ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനം വളരെ ഗൗരവമായി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായ ലോസ് ആഞ്ചൽസിലെ കാട്ടുതീയാണ് 15 ലക്ഷത്തോളം മനുഷ്യരെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 24ഓളം പേർ മരണപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക് പറ്റി. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഗുരുതരമായ പരിക്കാണ്. 10,000-ലേറെ വീടുകൾ ചാരമായി മാറി എന്നുള്ളതാണ് വാർത്ത. എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കനത്ത ചൂടും കാറ്റും തീപിടുത്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളിൽ പ്രത്യേകം പറയുന്നു. ഞാനിത് പറയാൻ കാരണം പരിസ്ഥിതി സംബന്ധമായ റിപ്പോർട്ടുകൾക്കാണ് ഇവിടെ അവാർഡ് നൽകിയത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ, പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ശരിയായ അവബോധം സൃഷ്ടിക്കുക എന്നത് മാധ്യമങ്ങളുടെയും ഒരു മുഖ്യ അജണ്ടയാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഒട്ടേറെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക. ലോകത്ത് തന്നെ ഇത് വലിയ നിലയിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയും അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമായി മാറുകയും ചെയ്തിരിക്കുക. നമ്മുടെ കേരളവും ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഭാവിയിൽ ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ട് വന്നിട്ട് സാധിക്കൂ. പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജനസാന്ദ്രത നിറഞ്ഞ കേരളത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ കാണുകയാണ്. പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി ഇപ്പോൾ നടപ്പിലാക്കി. 2 വർഷം മുമ്പ് ഈ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു 3 ദിവസം നീണ്ടു നിന്ന ശില്പശാല സംഘടിപ്പിച്ചു. ആ ശില്പശാലയിൽ നിന്നും ഒരു കരട് നയം രൂപീകരിക്കും. അത് വിവിധ വകുപ്പുകൾക്ക് നൽകി പിന്നീട് മന്ത്രിസഭയിൽ വന്ന് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തതാണ് ഡിസൈൻ പോളിസി. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ടൂറിസം പൊതുമരാമത്ത് മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി. അതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്തിയപ്പോൾ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന നിർമ്മാണ രീതികളെ കുറിച്ചാണ് വളരെ ഗൗരവമായ ചർച്ച നടത്തി. പുനരുപയോഗ സാധ്യതകളുള്ള നിർമ്മാണ രീതി, അതിനെക്കുറിച്ചാണ് നല്ല നിലയിൽ ചർച്ച ചെയ്യുന്നത്. അതാണ് FDR പോലുള്ള സാങ്കേതിക വിദ്യ, ഫുൾ ഡെപ്ത് റിക്ലമേഷൻ. അപ്പോ റോഡ് നിർമ്മാണം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി ഈ പുതിയ FDR ടെക്നോളജി ഉപയോഗിക്കുക. ഇവിടെ ഉള്ളൂരിലും അത്തരമൊരു റോഡ് പ്രവൃത്തി നടക്കുന്നുണ്ട്. കാലം ആഗ്രഹിക്കുന്ന നിർമ്മാണ രീതികളാണ്. നിർമ്മാണ മേഖലയിൽ നമുക്ക് ഇത്തരം മാറ്റങ്ങൾ, പരിസ്ഥിതിക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് മാധ്യമങ്ങൾ നല്ല നിലയിൽ പ്രോത്സാഹനം നൽകി മുന്നോട്ട് പോകും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പാരിസ്ഥിതിക പ്രശ്നം. ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് പൊതുവെ കാണേണ്ടതുണ്ട്. മാധ്യമങ്ങൾ അതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ പൊതുവെ പല കാര്യങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. മറ്റു സംസ്ഥാനങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ സ്വാതന്ത്ര്യവും മാധ്യമ പ്രവർത്തനത്തിനും നൽകി വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ മുകേഷ് ചന്ദ്രാകർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല.
അതിഭീകരമായിട്ടാണ് അദ്ദേഹത്തെ വധവിച്ചത്. ഹൃദയം പോലും പറിച്ചെടുത്തുന്നതാണ്. തലയിൽ നിരവധി തുന്നുകൾ അടങ്ങി ഭീകരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഒരുപാട് പ്രത്യേകതകളുള്ള, നേരത്തെ കമാൻഡോ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന് ഏറെ പ്രസിദ്ധനായ മുകേഷ് ചന്ദ്രൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കാരണം ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ധീരോത്തമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ ആക്രമിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നുണ്ട്. എന്നാൽ കേരളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശങ്ങളും വിമർശനവും അനിവാര്യവും. എല്ലാ വിമർശനങ്ങളെയും അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് എല്ലാ നിലയിലുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഒരിക്കൽ കൂടി അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തത് റജി ആർ നായർ, മാതൃഭൂമി ദിനപത്രത്തിൽ സീനിയർ സബ് എഡിറ്ററാണ്. പക്ഷെ അച്യുതവാര്യരെ കാണാത്തവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. കാരണം അച്യുതവാര്യർക്ക് ഒരു പത്രപ്രവർത്തകൻ്റെ ഛായ ഉണ്ടായിരുന്നില്ല. ഒരു മുറിക്കയ്യൻ ഖദർ ഷർട്ടും വെള്ള ഖദർ മുണ്ടും ഒരു ബാഗും ഒരു കാലംകൊടയും ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായ ശരാശരി മനുഷ്യനായിരുന്നു അച്യുതവാര്യർ. ഒരുപാട് വായിക്കും, ഹിന്ദു പത്രം പൂർണ്ണമായും വായിക്കും, മലയാളത്തിലെ ഒരു പത്രം തീരെ വായിക്കുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ലോകത്തെ അറിഞ്ഞു. അദ്ദേഹം ബധിരനായിരുന്നു, ചെവി കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അക്കാലത്ത് ടെലിപ്രിന്റർ വഴിയാണ് വാർത്തകൾ വരുന്നത്. ആ ടെലിപ്രിന്ററിന്റെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത ഒരു പത്രാധിപരായിരുന്നു അച്യുതവാര്യർ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ കണ്ണുകളും എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം കൊച്ചു കൊച്ചു വാചകങ്ങളിൽ എഴുതുന്ന മുഖപ്രസംഗങ്ങൾ കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ നമ്മളൊരു രേഖയായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അച്യുതവാര്യരെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പാരിസ്ഥിതിക വിഷയത്തെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ഞാനൊരു സമകാലിക വിഷയം മാത്രം എടുത്ത് അച്യുതവാര്യരെ കുറിച്ച് പറയാം. തൃശ്ശൂർ പൂരം എന്നൊരു വലിയ വാർത്തയാണ്. പൂരമല്ല വാർത്ത, പൂരത്തിൻ്റെ നടത്തിപ്പ് ഒരു വാർത്തയാണ്. ഒരു 10-30 വർഷം മുമ്പ് ഈ പൂരം 2 ദേവസ്വങ്ങളും 8 ക്ഷേത്രങ്ങളും കൂടി നടത്തിയിരുന്നതാണ്. അപ്പം അന്ന് ഈ പത്രപ്രവർത്തകർക്കൊക്കെ പാസ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ദേവസ്വങ്ങൾ, അതുപോലെ വേറെ ചില വ്യക്തികൾക്കും. അപ്പോൾ ഒരു ഘട്ടമായപ്പോൾ ആ പാസ് ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ചിലർ തീരുമാനിച്ചു. പോലീസിന് അധികാരം നൽകാൻ തീരുമാനിച്ചു. അന്ന് അച്യുതവാര്യർ പറയുകയും എഴുതുകയും ചെയ്തു, ഇത് ആപത്തിലേക്ക് നീങ്ങും, പൂരം ജനങ്ങളുടെ കയ്യിൽ നിന്നും ഭരണകൂടത്തിൻ്റെ കയ്യിലേക്ക് മാറുമെന്ന്. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഞാൻ ഒരൊറ്റ കാരണം മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച്. അച്യുതവാര്യരെക്കുറിച്ച് ഞാൻ ആദ്യമേ ഒരു രൂപം നൽകിയല്ലോ. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷിച്ചിരുന്നത് അവിലാണ്. ഒരു അവിൽപ്പതിയുമായി നടന്നിരുന്ന കേരളത്തിലെ ഏക പത്രാധിപരായിരുന്നു അദ്ദേഹം. ഒരുപാട് പേർ പറഞ്ഞ പഴകിയൊരു കഥയുണ്ട്, കഥയല്ല സംഭവമുണ്ട്. ഞാനത് ആവർത്തിക്കുന്നത്
എന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നവരല്ല ഇന്നിവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അച്ചുവാര്യർ രാത്രിയിൽ അദ്ദേഹം അധികം ഇരിക്കാറില്ല. പക്ഷേ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങും എന്ന് തോന്നിയ ഘട്ടത്തിൽ അദ്ദേഹം രാത്രിയിൽ ഇരുന്നു. അന്ന് എക്സ്പ്രസ് വലിയൊരു പത്രമാണ്, സമ്പന്നവുമാണ്, അതുപോലെ അക്ഷരലോകത്തും സാമ്പത്തിക രംഗത്തും സർക്കുലേഷൻ്റെ കാര്യത്തിലും. അപ്പോൾ രാത്രിയിൽ ചന്ദ്രൻ, നീൽ ആംസ്ട്രോങ്ങും മൈക്കിൾ കോളിൻസും ഒക്കെ ചന്ദ്രനിൽ കാലുകുത്തുന്ന സമയം നോക്കി അച്ചുവാര്യർ ഇരിക്കുകയാണ്. ടെലിപ്രിൻ്ററിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രമേ അത് അറിയാൻ കഴിയുകയുള്ളൂ. അച്ചുവാര്യർക്കാണെങ്കിൽ ചെവി കേൾക്കില്ല. സഹപത്രാധിപന്മാരൊക്കെ പോയി. അച്ചുവാര്യർ രാത്രിയിൽ തല ചായച്ച് തുടങ്ങിയത് ആ ടെലിപ്രിൻ്ററിലാണ്. വെളുപ്പിനെ 1 മണിക്ക് ആ ടെലിപ്രിൻ്റർ ചലിച്ചു. പെട്ടെന്ന് അച്ചുവാര്യർ ചാടി എണീറ്റ് ആ ടേക്ക് എടുത്ത് അത് തർജ്ജമ ചെയ്ത് പത്രത്തിൽ കൊടുത്തു. ഈ സംഭവം ഞാൻ പറയുന്നത് ഒരു പത്രപ്രവർത്തകൻ്റെ ആർജവത്തെക്കുറിച്ചാണ്. 6 മണിക്കൂറേ നമുക്ക് ജോലിയുണ്ട്. പക്ഷെ 6 മണിക്കൂറല്ല നമുക്ക് വേണ്ടത്, ജനങ്ങളോടുള്ള ഒരു കടമയാണെന്ന് തോന്നിച്ച പത്രാധിപരായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. കരുണാകരൻ നമ്പ്യാരുടെ കാലത്താണ് അദ്ദേഹം മുഖപ്രസംഗം പകുതി എഴുതി തുടങ്ങിയത്. നമ്പ്യാർ ഒരു മുഖപ്രസംഗം പൂർണ്ണമാക്കാതെ അതിൻ്റെ അവസാന പാരഗ്രാഫ് അച്ചുവാര്യർക്ക് എഴുതാൻ കൊടുക്കും. അദ്ദേഹം പറയുന്നത് രണ്ടുപേരും സോഷ്യലിസ്റ്റുകളാണ്. നമ്പ്യാരുടെ ആ ഒരു ആവിഷ്കാര ചിന്ത മാത്രം പോരാ, അച്ചുവാര്യരുടെ ചിന്തയും കൂടെ കൂട്ടിക്കലരണം എന്ന് തോന്നിയുകൊണ്ടാണ് ആ പാതി ഭാഗം അച്ചുവാര്യർക്ക് കൊടുത്തത്. പിന്നീട് നമ്പ്യാർ പോയ ശേഷം അച്ചുവാര്യർ മാത്രമായിട്ട് എഴുതാൻ തുടങ്ങി. അന്ന് ഞങ്ങളൊക്കെ പത്രസമിതിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പകല് ഇത് എഴുതിയിട്ട് ഇന്നൊരു പത്രാധിപരും ചെയ്യില്ല. ഇത് ഒരു സബ് എഡിറ്റർ ആകുമ്പോഴത്തേക്കും, ഒരു കബർ റിപ്പോർട്ടർ ആകുമ്പോഴത്തേക്കും നമ്മൾ വലിയ ആളായിട്ട് മാറുകയാണ്. അച്ചുവാര്യർ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്ന സമയത്ത് ഈ മുഖപ്രസംഗം എഴുതിയിട്ട് അന്നൊക്കെ ഏറ്റവും ജൂനിയർ ആയിരുന്ന എനിക്ക് കൊണ്ട് തരുമായിരുന്നു. ഞാനന്ന് പകൽ ഡ്യൂട്ടിയിലായിരുന്നു ഡെസ്കിൽ. അപ്പോൾ അത് നമ്മളിത് വായിച്ചിട്ട് അച്ചുവാര്യർ പറയണം, എന്താ തെറ്റ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലേ. കാരണം അച്ചുവാര്യർക്ക് EMSൻ്റെ ഒരു ഭാഷ അച്ചുവാര്യരെ കടം കൊണ്ടിരുന്നു. EMS എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇടുന്ന കാര്യങ്ങൾ ചുമട്ടുതൊഴിലാളിക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് ഫ്ലവറിഷ് ആകാൻ പാടില്ല എന്നുള്ളതുണ്ട്. അതുപോലെ അച്ചുവാര്യർ ഈ മുഖപ്രസംഗം എഴുതിയിട്ട് ഒരിക്കലും എന്തൊക്കെ കൊണ്ടു തന്നു. അപ്പം നമ്മളൊക്കെ അന്ന് ഈ മുഖപ്രസംഗം വായിച്ച് അച്ചുവാര്യർ തരുമ്പോൾ അച്ചുവാര്യർ എഴുതിയിൽ എന്ത് തിരുത്താനുള്ളത്, അച്ചുവാര്യർ എഴുതിയിൽ എന്താ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്നൊക്കെ ചിന്തിച്ച് നമ്മളൊന്ന് ചുമ്മാ ഇങ്ങനെ ഓടിച്ചു പോയി വെച്ചിട്ട് ഗംഭീരമായി എന്നിട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അച്ചുവാര്യർ BJPയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചൊരു മുഖപ്രസംഗം എഴുതി. എന്നാൽ 2-3 ഡെസ്ക് ഉണ്ടെങ്കിൽ രാഷ്ട്രീയ വർത്തമാനങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്ത ഒരാളെന്ന് എനിക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് വായിച്ചു തരാൻ പറഞ്ഞു. ഞാനത് പതിവ് പോലെ തന്നെ അച്ചുവാര്യരല്ലേ വായിച്ചുകൊണ്ട് കൊടുത്ത പുള്ളി തിരിച്ചു വന്നിട്ട് ആ മുഖപ്രസംഗം എൻ്റെ മുമ്പിലേക്ക് ഒരു ഇടലാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഈ ചെവി കേൾക്കാത്തതുകൊണ്ട്. ആ ശബ്ദം കൊണ്ട് അദ്ദേഹം പറയാണ്, താനിത് വായിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ല സാർ ഞാൻ വായിച്ചില്ല. കാരണം ഇതിൽ BJPയുടെ പ്രധാനമന്ത്രി വാജ്പേയി എന്നുള്ളത് ഞാൻ അദ്വാനി എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചില്ല. എനിക്കറിയാത്ത ആളല്ല അദ്വാനിയും BJPയും. അപ്പോൾ ഞാൻ വായിക്കാത്തതുകൊണ്ട് ഇനി തൻ്റെ കയ്യിൽ തരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത് അത് തമാശയ്ക്ക് പറഞ്ഞാണ് പോയി. ഞാൻ പറഞ്ഞത്, അപ്പം അച്യുതാരുടെ ആ പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ഞാൻ എൻ്റെ വേറൊരാളോട് വായിക്കാൻ പറയും. കാരണം നമ്മളെക്കാൾ കൂടുതൽ എഴുത്തും വായനയും ചിന്താശക്തിയും ഉള്ളവർ നമ്മളുടെ സഹപ്രവർത്തകർ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെന്നുള്ള ചിന്ത അച്യുതാര്യർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയാൻ കാരണം, അച്യുതാര്യർ വലിയ പ്രഗത്ഭനായിരുന്നു. പക്ഷെ അദ്ദേഹം കേരളത്തിലെ നമ്മുടെ പത്രാധിപ ഗണത്തിൽ പെട്ടില്ല. ദുഃഖകരമായ വസ്തുതയാണത്. കേരളത്തിൽ 80-കളിൽ 70-കൾ തൊട്ട് 80-കൾ 90-കൾ വരെ ജീവിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, വാക്കുകൾ മാത്രമല്ല വാചകങ്ങളും കൃത്യമായി എഴുതി അത് സൂചിമനം പോലെ എത്തിച്ചിരുന്ന ഒരു വജ്രായുധം പോലെ പേന കൊണ്ട് നടന്ന ആളായിരുന്നു അച്യുതാര്യർ. അദ്ദേഹത്തിൻ്റെ പേനയുടെ നീളം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പഴയകാലത്ത് പേന കണ്ടിട്ടുള്ള ഒരു ചെറിയ പേന, അതിൻ്റെ ക്ലിപ്പൊന്നുമില്ല. അതുകൊണ്ട് എഴുതിയ ഒരാളായിരുന്നു അച്യുതാര്യർ. പക്ഷെ അദ്ദേഹത്തെ കേരളം അറിഞ്ഞില്ല. കാരണം എക്സ്പ്രസ് എന്നത് സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞ പോലെ ഒരു ഗ്രാമപത്രമായിരുന്നു. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മാത്രം കിടന്ന, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നേരം വെളുക്കും. മദ്രാസ് മെയിലിൽ അന്ന് E.K. നായനാർ പറഞ്ഞിരുന്നത് വൈകിട്ട് വരുന്ന പത്രം എന്നാണ്, വൈകിട്ട് വരുന്ന രാവിലത്തെ പത്രം എന്നാണ്. അപ്പം അങ്ങനെയായിരുന്ന പത്രം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടില്ല. മാതൃഭൂമിയും മനോരമയും കൗമുദിയിലേക്ക് അന്നത്തെ പത്രാധിപന്മാർ കേരളം മുഴുവൻ അറിയപ്പെട്ടപ്പോഴും അച്യുതാര്യർ അറിയപ്പെട്ടില്ല.
അച്യുതവാര്യരുടെ ആ മുഖപ്രസംഗങ്ങൾ പിന്നീട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാകേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ആ മുഖപ്രസംഗമൊന്നും ഇല്ല. സൈലന്റ് വാലി വിഷയത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിലന്ന് നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഇന്ദിരാഗാന്ധിയാണ്. കേരളത്തിലാണെങ്കിൽ പള്ളി ഓർക്കുന്നുണ്ടെങ്കിൽ അച്യുതവാര്യരാണ് ആദ്യം ഓർക്കേണ്ടത്. കാരണം സൈലന്റ് വാലി സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ ഇന്ദിരാഗാന്ധിയുടെ കടുത്ത വിമർശകനായ അച്യുതവാര്യർ ഇന്ദിരാഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഖപ്രസംഗം എഴുതിയൊരു കാലമായിരുന്നു. അതുപോലെ ഏത് വിഷയം, ചെണ്ട, അതുപോലെ പൂരത്തിന്റെ ചടങ്ങുകൾ തൃശ്ശൂർ പൂരമല്ല, ആറാട്ടുപുഴ പൂരമാണ് വൈവിധ്യങ്ങളാൽ സമ്പന്നമെന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആളാണ്. കാരണം അന്ന് തൃശ്ശൂർ പൂരത്തെ വിമർശിക്കാൻ പാടില്ലെന്നാണ്. അന്ന് തൃശ്ശൂർ പൂരം വരുമ്പോൾ എക്സ്പ്രസ് പത്രത്തിന് മുടക്ക് കൊടുക്കുമായിരുന്നു, അവധിയായിരുന്നു. അപ്പൊ ആറാട്ടുപുഴ പൂരത്തിന്റെ ചടങ്ങുകളാണ് ദൈവിക ചടങ്ങുകൾ ഏറ്റവും മുന്നിലെന്ന് പറഞ്ഞ ഒരാളാണ് അച്യുതവാര്യർ. അതിനുശേഷം പിന്നെ അച്യുതവാര്യർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വായനയിൽ അദ്ദേഹം ഹിന്ദു പത്രത്തെയാണ് അദ്ദേഹം കൂടുതൽ ആശ്രയിച്ചിരുന്നത്. പഴയകാലത്തെ ഹിന്ദു പത്രം 101% സത്യസന്ധമായ വാർത്ത എന്നൊരു ചിന്തയല്ല, ശരിയുമായിരുന്നു അക്കാലത്ത്. അപ്പൊ അന്ന് അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ദേശീയ രാഷ്ട്രീയം അറിയാം. അന്ന് TV ഇല്ല, റേഡിയോയിൽ ഇംഗ്ലീഷ് വാർത്ത അച്യുതവാര്യർക്ക് കേൾക്കാൻ പറ്റില്ല, മലയാളം വാർത്ത കേൾക്കാൻ പറ്റില്ല, ടെലിപ്രിന്റർ അടിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റില്ല. ആ ടേക്ക് കൊണ്ടു കൊടുത്താൽ മാത്രം കാണാവുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു പത്രാധിപര് കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പുതിയ തലമുറ ആലോചിക്കേണ്ടത് നിങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ആരുമല്ല, നിങ്ങളല്ല നമ്മൾ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഭാഷാശുദ്ധി, അദ്ദേഹത്തിൻ്റെ ആ അറിയാനുള്ള ത്വര, ഞാൻ പറഞ്ഞില്ലേ, ചെവി കേൾക്കാത്ത ഒരാൾ എങ്ങനെ ഒരു പത്രാധിപരാകും, എങ്ങനെ ഒരു പത്രപ്രവർത്തകനാകും? ടെലിപ്രിന്റിന്റെ ശബ്ദം കേൾക്കാത്ത ഒരാൾ, അന്നത്തെ ടെലിപ്രിന്റർ എന്ന് പറഞ്ഞാൽ അന്ന് ജോലി ചെയ്തവരൊക്കെ അറിയാം. ടെലിപ്രിന്റിന്റെ ശബ്ദമാണ് നമ്മളെ ഓടിപ്പിക്കുന്നത്. രാത്രിയിലൊക്കെ ജോലി ചെയ്തൊക്കെ അറിയാം. നമ്മൾ വെറുതെ ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ടെലിപ്രിന്റർ ഒരു മെസ്സേജ് തന്നാൽ ആ ശബ്ദം കിട്ടാൻ നമ്മൾ ഓടിപ്പോയിട്ട് ടേക്ക് എടുത്തുകൊണ്ട് വരും PTA. അങ്ങനെ ടേക്ക് എടുക്കാൻ പോലും അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് അദ്ദേഹം നോക്കിയിട്ട് ടേക്ക് എടുത്തുകൊണ്ട് വരും. ആ മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയാൻ ഒരുപക്ഷെ നാളെ ഒരാളുണ്ടാവണമെന്നില്ല. നിങ്ങൾ ഈ അച്യുതവാര്യരുടെ പുരസ്കാരം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാദമുണ്ട്, അച്യുതവാര്യരെ നിങ്ങൾ അറിയണം എന്നുള്ളത്. കാരണം അച്യുതവാര്യർ റോഡിൽ കൂടെ നടന്നുപോയാൽ ഏതോ ഒരു അമ്പലത്തിലെ ഒരു മാല കെട്ടുന്ന വാര്യരെന്നേ തോന്നുള്ളൂ. കാരണം ഒരു കുറിയൊക്കെ തൊട്ടൊരു മഞ്ഞ ചന്ദന കളർ ഷർട്ടും ഇട്ട് മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ നടക്കും അദ്ദേഹം ഒരിക്കലും ഇതെല്ലാം കഴിഞ്ഞ് പത്രമൊക്കെ മാറി അദ്ദേഹം അസോസിയേറ്റ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹത്തെ ആരും വിളിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് നമ്മൾ റോഡിൽ കൂടെ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല, പോയി തോണ്ടണം. എന്നിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കൈവെള്ളയിൽ എഴുതി കാണിക്കണം. എന്നിട്ടും ആ മനുഷ്യൻ കേരളത്തെയും ഇന്ത്യയെയും ലോകത്തെയും ദൈനംദിന സമകാലിക രാഷ്ട്രീയവും അതുപോലെ മറ്റു കാര്യങ്ങളും അറിഞ്ഞ് ഇങ്ങനെ നടന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ചെറിയ പ്രസിദ്ധീകരണത്തിന് അത് എഴുതുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാ, ഇതേതാ? ഒരു കൊച്ചു പത്രം. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി? കൈ ധരിക്കുന്നു, എഴുതാനുള്ള കൈ തരിക്കുന്നു. എൻ്റെ അന്ന് എന്തൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു സംഭവം നടന്ന കാലമാണ്. കൈ തരിക്കുന്നു. അപ്പം ഞാനത് എഴുതിയിട്ട് ഞാനത് കൊണ്ടു കൊടുക്കും. എഴുതി കഴിഞ്ഞാൽ എൻ്റെ തരിപ്പ് തീരും. ഇങ്ങനെ പറഞ്ഞൊരു പത്രാധിപരുണ്ട്. ഇപ്പോൾ പത്രാധിപര സ്ഥാനം നമ്മൾ പത്രാധിപർ മാറിക്കഴിഞ്ഞാൽ നമ്മളെ എഴുത്ത് ഇല്ലാത്ത ആളാണ്. മാനേജിംഗ് എഡിറ്റർ എന്നുള്ളതിൽ എഡിറ്റർ എന്തെങ്കിലും അദ്ദേഹം എഴുതുന്ന ഒരാളല്ല. പക്ഷെ അച്യുതവാര്യർ അസോസിയേറ്റ് എഡിറ്റർ ആയിരിക്കുമ്പം അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലബ് റിപ്പോർട്ടറുടെ താല്പര്യത്തോടെ അദ്ദേഹം വാർത്തകളെ സമീപിച്ച ഒരാളാണ്. അങ്ങനെയുള്ള അച്യുതവാര്യർ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ചു. അങ്ങനെ ഇങ്ങനെ അദ്ദേഹം പതുക്കെ പിന്നാക്കമാണ്. അദ്ദേഹം പ്രസംഗ പീഠത്തിൽ അദ്ദേഹത്തിന് ആവശ്യമില്ല ആർക്കും. കാരണം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ ശബ്ദമുണ്ടെങ്കിൽ ചെവി കേൾക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേക ഒരു ചെലമ്പിച്ച ശബ്ദമാണ്. അപ്പം അദ്ദേഹം അത് പറയുമ്പോൾ ഉറക്കെ പറയും. അപ്പം അങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാള്. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ എന്തെങ്കിലും സംഭവിച്ചാൽ അച്യുതവാര്യർ അവിടെ രോഷം കൊള്ളുമായിരുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പറയുമ്പോൾ എനിക്കത് പറയാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ രീതിയിൽ എടുക്കണം. ഞാനൊരു PG വനഗവേഷണത്തെക്കുറിച്ചൊരു പരമ്പര എഴുതിയപ്പോൾ അതിൽ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് എഴുതിയപ്പോൾ അതിലൊരു ശാസ്ത്രജ്ഞൻ എനിക്ക് ഒരു കത്ത് വെച്ചു എക്സ്പ്രസ്സിലേക്ക്. കള്ളു കുടിച്ചിട്ടാണ് ശ്രീകുമാർ ഇത് എഴുതിയത്. അയാൾക്ക് പെഗ് അടിക്കാൻ 20 റുപ്യ അയക്കുന്നത്, 20 രൂപ അന്ന് അയച്ചു കൊടുത്തു എക്സ്പ്രസ്സിലേക്ക്. അച്യുതവാര്യർ എന്തെന്നറിയോ? ആ കത്ത് പ്രസിദ്ധീകരിച്ചു പത്രത്തിൽ. ഇതാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ ദൈക്ഷണിക അധപ്പതനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കത്ത് പ്രസിദ്ധീകരിച്ചു. ശ്രീകുമാറിന് 2 പെഗ് അടിക്കാൻ 20 രൂപ എന്നുകൊണ്ട് അയച്ചു കൊടുത്ത കത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു.
അന്ന് വിമർശനം വന്ന അച്യുതവാര്യർ പറഞ്ഞു, ഇങ്ങനെ കത്തയക്കുന്നവനും ശാസ്ത്രജ്ഞന്മാരിലുണ്ടെന്ന് ജനം അറിയണം, വായനക്കാരറിയണമെന്ന് പറഞ്ഞു. അതൊരു സംഭവത്തിൽ അദ്ദേഹത്തെ ഒരു ഹെഡിങ് ഇടാൻ ഒരു ചെറിയ കൊച്ചു വാർത്തയാണ്. പാമ്പ് കടിച്ചൊരു സ്ത്രീ മരിച്ചു. അപ്പോൾ അതൊരു രാത്രിയിലാണ് ആ സ്ത്രീ മരിച്ചത്. അവിഹിതമായ ഒരു ബന്ധത്തിന് പോകുന്ന സമയത്ത് എങ്ങാണ്ടാണ് മരിച്ചെന്നാണ് വാർത്ത. അച്യുതയുടെ ഹെഡിങ്ങാണ് പാപത്തിൻ്റെ ശമ്പളം. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓരോരോ ഹെഡിങ്ങുകൾ ഇങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ അച്യുതയുടെ മനസ്സും ശരീരവും ഒക്കെ ആലോചിക്കുന്നത് ആ പത്രഭാഷയെക്കുറിച്ചും ആ വാർത്തകൾ ഉറവിടത്തെക്കുറിച്ചൊന്നുമല്ല, തൻ്റെ കയ്യിൽ കിട്ടുന്ന എന്താണോ അത് ഭംഗിയാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ നീണ്ടുകൊണ്ട് പോകും. പക്ഷേ ആ അച്യുതര് പ്രസംഗപീഠത്തിൽ കയറാത്ത, ആരോരും അറിയാത്ത, കേരളത്തിൽ അറിയപ്പെടാത്ത പത്രാധിപ ജനത്തിൽ ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് അച്യുതവാര്യരാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി മോശമായിട്ട് അദ്ദേഹം ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് യൂണിറ്റിൽ ചുരുണ്ടുകൂടിനെ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് കാണാൻ പോയപ്പോൾ ഞാൻ അന്ന് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ചുരുണ്ട് കൊച്ചായ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയപ്പുറത്ത് ഇതിൻ്റെ പത്രം വെച്ചിട്ടുണ്ട്. അദ്ദേഹം വായിച്ചെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ വാരസാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന ടെലിപ്രിന്റിൻ്റെ ചെവി ഇങ്ങനെ കിടന്നുറങ്ങിയ മനുഷ്യൻ ഇന്ന് ഒന്നും അറിയാത്ത, ഒരു വാർത്തയും അറിയാത്ത, ഒന്നും എഴുതാൻ കഴിയാത്ത ഏതോ ലോകത്ത് ചിന്തിച്ച് ഇങ്ങനെ കിടക്കുന്നു. പിന്നീട് അദ്ദേഹം അധികം കാലം കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ അച്യുതവാര്യർ എന്ന പത്രാധിപർ കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹത്തിലും പത്രാധിപ സമൂഹത്തിലും എതിരെ നിറഞ്ഞ ഒരാളാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രവും പത്രാധിപത്യവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ആ പത്രപ്രവർത്തനം എന്നുള്ള ആ വേഷത്തിലോ ആ ധാരണയിലോ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നില്ല. പത്രപ്രവർത്തക യൂണിയൻ്റെ സജീവ പ്രവർത്തകനും പത്രപ്രവർത്തക യൂണിയൻ്റെ ആർജവത്തോടെ ആ യൂണിയനെ നയിച്ചപ്പോൾ അതിന് പ്രോത്സാഹനം നൽകിയ ഒരു വ്യക്തിയുമായിരുന്നു. ആ മഹാനായ ആ മനുഷ്യൻ്റെ സ്മരണ പുതുക്കാൻ എനിക്ക് അവസരം തന്ന പത്രപ്രവർത്തകരും ഭാരവാഹികളൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൃശ്യമാധ്യമ പ്രവർത്തനവും ഇപ്പോഴത്തെ ടെലിവിഷൻ ജേർണലിസവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആത്മവിമർശനത്തിൻ്റെ കാലത്തിലൂടെയാണ് കേരളത്തിലെ ടെലിവിഷൻ ജേർണലിസം കടന്നു പോകുന്നത്. ഞങ്ങളൊക്കെ ശശികുമാർ സ്കൂളിൻ്റെ പ്രൊഡക്റ്റായിരുന്നു. ശശികുമാർ, ടി എൻ ഗോകുമാർ സാറ്, CL തോമസ് അങ്ങനെ വന്നതാണ്. അന്ന് ഒരു ഫ്രെയിം, ഒരു ടെലിവിഷൻ സ്റ്റോറിയിൽ ഒരു ഫ്രെയിമിന് ഒരു ഷെയ്ക്ക് വന്നാൽ മെമ്മോയുടെ കാലമായിരുന്നു. ഇന്നിപ്പോൾ അത്തരം സ്റ്റോറികളൊന്നുമില്ല. ഇപ്പം ഈ അവാർഡിൻ്റെ വാർത്താക്കുറിപ്പ് ഞാൻ നോക്കുമ്പോൾ ഇത്രയധികം ന്യൂസ് ടെലിവിഷൻ ചാനലുകൾ ഉണ്ടായിട്ട് 12 എൻട്രികൾ മാത്രമാണ് ഉള്ളത്. കാരണം ഇപ്പം വേറൊരു തലത്തിലൂടെ യാത്ര ചെയ്യുകയാണ് കേരളത്തിലെ ന്യൂസ് ടെലിവിഷൻ. കോവിഡിന് ശേഷം സമൂഹ മാധ്യമങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അതിന് അപ്പുറം കടന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും നൃത്തം ചെയ്യുന്ന ടെലിവിഷൻ റിപ്പോർട്ടർമാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു യോഗ്യതയായി മാനദണ്ഡമായി ടെലിവിഷനിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നല്ല സ്റ്റോറികൾ മരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കോവിഡിന് ശേഷം മലയാളത്തെ അല്ലെങ്കിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു ടെലിവിഷൻ സ്റ്റോറി പോലും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ കുറച്ചു കാലമായിട്ട് ഒന്ന് വഴിമാറി യാത്ര ചെയ്യായിരുന്നു. വൈൽഡ് ലൈഫും ഒരുപാട് പരിസ്ഥിതിയൊക്കെ ആയിട്ട് കുറച്ചാലും ഇങ്ങനെ ജീവിക്കാൻ കരുതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ വന്നതും ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയത്. പിന്നെ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷകൾ ഇപ്പം കാണുന്നുണ്ട്. കാരണം സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേതൊരു മേഖല നോക്കുകയാണെങ്കിലും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു പ്രതീക്ഷയുടെ നാമ്പ് അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായിട്ട് ടെലിവിഷൻ കാണുന്നുണ്ട്. കാരണം നല്ല ജേർണലിസം തിരിച്ചു വരുന്നു, അല്ലാത്ത ഒരു വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു. അപ്പം എന്തായാലും ഒരു പ്രതീക്ഷ കൈവിടെയും കഴിയില്ല. കാരണം ഇനി ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പം ഞാനൊക്കെ 6 ബ്യൂറോയുടെ ചുമതല നോക്കുകയും സ്വന്തം റിപ്പോർട്ടിംഗ് അസിസ്റ്റന്റും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന സ്റ്റോറികളുടെ ക്വാളിറ്റിയും എണ്ണവും ഈ സോഷ്യൽ മീഡിയ പ്രാന്തിൻ്റെ പുറകെ ഓടുമ്പോൾ ടെലിവിഷനിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലം തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിൻ്റെ ചില സ്ഫുരണങ്ങൾ പല തലങ്ങളിൽ കാണുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു പരിസ്ഥിതി റിപ്പോർട്ടിന് പരിസ്ഥിതിയുടെ പേരിൽ ഒരു പുരസ്കാരം നൽകിയ പ്രസ് ക്ലബ് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഈ സമ്മാനം നൽകിയ മന്ത്രി റിയാസിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു. നമസ്കാരം. ങ്ങളുടെ കൂടെ ചില പ്രത്യേക മനുഷ്യർ നടന്നു തുടങ്ങുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്.
അങ്ങനെ ദീർഘദൂരം പരിസ്ഥിതിയോടൊപ്പം നടന്നൊരു മനുഷ്യൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പരിസ്ഥിതി വിഷയങ്ങളിലുള്ളൊരു പ്രത്യേകത, ചില മനുഷ്യർ ആ വിഷയങ്ങളോടൊപ്പം നടക്കുമ്പോൾ തന്നെ ചില മനുഷ്യർ തിരിച്ചു നടക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യർ തന്നെ വാദിയും പ്രതിയുമാവുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി. അത്തരം വിഷയങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടതില്ല. അത്തരം വിഷയങ്ങൾ നമ്മൾ ഭൂമിയുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള പരമ്പരയ്ക്ക് ആവശ്യമായുള്ള വിവരങ്ങൾ ശേഖരിച്ചതും അത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതും. അത് ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, കേരളത്തിലെ നിരവധി പരിസ്ഥിതി പ്രേമികളും ശാസ്ത്രജ്ഞരും ഗവേഷണ സ്ഥാപനങ്ങളും ഈ മേഖലയിൽ ധാരാളം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് ഭൂമിയോട് ഒന്നിച്ചു നിൽക്കണമെന്ന് ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി വിവരങ്ങൾ ഇവിടെയൊക്കെ കയ്യിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും സാധാരണ മനുഷ്യരിലേക്ക് എത്തുന്നില്ല. വളരെ ചെറിയ ചിന്തകളിലൂടെ മാത്രം നമുക്ക് തിരുത്താവുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഇടിച്ചു തുടങ്ങിയ ഭൂമികൾ വീണ്ടും സ്വയം ഇടിഞ്ഞു തുടങ്ങുകയും നമ്മൾ വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ഓടിച്ച് വിട്ട വെള്ളം തിരിച്ചുകൊണ്ട് നമ്മളെ കൊല്ലുകയും ചെയ്യുന്ന പോലത്തെ വളരെ ചെറിയ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിലും അതിന് പിന്നിൽ ഒരുപാട് ശാസ്ത്രവും സാങ്കേതികതയും മനുഷ്യൻ്റെ ജീവിക്കാനുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ട്. അപ്പം അത്തരം വിഷയങ്ങൾ കേരളത്തിൽ ഓഖി മുതൽ ഇങ്ങോട്ടുണ്ടായ ഓരോ വർഷം ഉണ്ടായ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ എല്ലാം എടുത്ത് പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു പരമ്പരയാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യർ ഭൂമിക്ക് വേണ്ടി ചിന്തിക്കുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ സംതൃപ്തിയാണ്. ഈ പുരസ്കാരം ഞാൻ അതിൻ്റെ ഭാഗമായി കാണുന്നു. നന്ദി.